മകരസംക്രാന്തി പ്രമാണിച്ച് മറ്റേ ജക്കൂർ ഗ്രൗണ്ടിൽ വന്നേക്കണ എക്സിബിഷൻ, എനിക്ക് അതിനെന്താ പറയാന്നറിയില്ല, പരിപാടി. ഓക്കെ, അത് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുവാ ഞാനും പോളണ്ടും കൊച്ചു. കുറേ ടെൻറ്റുകൾ പോലെ ഇങ്ങനെ ഉണ്ട്, അതിനകത്ത് ഓരോരോ എക്സിബിഷൻ. അപ്പോൾ എന്തൊക്കെയാണ് തൊഴിൽ നമുക്കറിയില്ല. നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് വരാം. കുറേ നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അപ്പോൾ വീടിനകത്ത് തന്നെ ഇരുന്നിരുന്നിരുന്ന് മതിയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒന്നും പ്രത്യേകിച്ച് നടക്കണില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗാണ്. രാവിലെ എണീക്കണു, ആഹാരം ഉണ്ടാക്കണു, കൊച്ചിൻ്റെ കാര്യം നോക്കണു, കിടന്നുറങ്ങണു, ഇത് മാത്രമായി പോവാ ലൈഫ്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി വന്നപ്പോൾ വന്ന് കാണാമെന്ന് വിചാരിച്ചേക്കണു. MLA ഒക്കെ വരുന്നു തോന്നുന്നു. MLAയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലസ് ഒരു സ്റ്റേഡിയം, ഐ മീൻ ഒരു സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവണം. നമ്മൾ അത്രയൊന്നും നിൽക്കണില്ല, ബിക്കോസ് ഇന്ന് സൺഡേ ആണ്, തിരക്ക് കൂടുകയുള്ളൂ. രാത്രി ആവും തോറും കയറാൻ ഇവരൊക്കെ കുഞ്ഞു കുഞ്ഞു കയറുവാ. ഞാൻ കയറിയിട്ട് കൊച്ചിനെ മേടിക്കാം, എന്നിട്ട് താൻ കയറും. കയറി കൊച്ചിനെ മേടിക്കാന്ന് പറഞ്ഞ് കയറി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കൊച്ചിനെ അച്ഛനെ കാണാനില്ല. അമ്പോ, പുള്ളി ക്രൗഡൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം വേങ്ങി നിൽക്കുക. എന്തുമാ ഇത് ചക്കിരി. പിന്നെ ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്ക് ഞാൻ ഇത് തീരെ റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് നല്ല പൊടിയാണ്. ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. എന്താ? ഓക്കെ, സുഗി ഹുഗി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. അയ്യോടാ, ഉണ്ണികൃഷ്ണൻ, ഗണപതി. എല്ലാവരും ബാഗൊക്കെ ഉണ്ടെങ്കിൽ ബാഗൊക്കെ ലോക്ക് ചെയ്തിട്ട് വരാം. ഒരു കാര്യത്തിനും ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഒരു 100 കൂട്ടം ജനങ്ങളും കുറച്ച് ഞങ്ങളും ഇവിടെ ഹാൻഡിക്രാഫ്റ്റ്സ്, ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ, വീട്ടിലേക്കുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ. എൻ്റെ വോയിസ് കേൾക്കാവോ എന്ന് പോലും എനിക്കറിയില്ല, ഒരു ഊഹത്തിൽ പറയുക. ഇവിടെ കരകൗശല വസ്തുക്കൾ, ഹാൻഡ് മെയ്ഡ് ബാഗുകളൊക്കെ കിട്ടും. നല്ല രസമുണ്ട്, പക്ഷെ പൊള്ളുന്ന വിലയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അക്ക, ഇത് എഷ്ടു 1500, 1500 രൂപയാണ് ഇതിന്റെ പറയണേ. അത്രയും കാശ് കൊടുത്ത് ഒന്നും ഞാൻ എന്തായാലും മേടിക്കാൻ പോണില്ല, അതുകൊണ്ട് നമ്മളെ വേണ്ടെന്ന് വെച്ചു. ഇവിടെ ഡ്രസ്സുകള്, സ്വെറ്ററുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. മനസ്സിലാവുന്ന പോലും ഇല്ല എന്റെ സൗണ്ട് കേൾക്കാവോന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട്. ഇവിടെ കൊറേ ഡ്രസ്സുകള്, ഡിസൈനർ ഡ്രസ്സുകള്, ഷോളുകള്. സംഭവം ഇത് കൊള്ളാട്ടോ, ആക്ച്വലി കൊള്ളാം സംഭവം, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റേ പള്ളിപ്പെരുന്നാൾ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ഒരു വൈബ് പോലെ ഉണ്ട് ആക്ച്വലി. ആയിട്ടുള്ള നമ്മുടെ ചക്കു ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കണം. എടോ ബിൻ ലാദൻ, ബിൻ ലാദൻ. അണ്ണ ഇത് 456 പീസ്. ഇത് ഇവിടുത്തെ എന്തോ ഫെസ്റ്റിവൽസിന്റെ ഒക്കെ എന്തോ ഡെപ്പിക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ മകരസംക്രാന്തി പ്രമാണിച്ചുള്ള എന്തോ സംഭവങ്ങളൊക്കെയാണ്. കൂടുതൽ ഞാൻ പറയില്ല, കാരണം എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഏതെങ്കിലും ബോധമുള്ള ആൾക്കാർ കഷ്ടകാലത്തിന് എങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. കാരണം ഓരോരോ സീഡ്സ് ഒക്കെയാണ് വച്ചേക്കുന്നത്, ഇവരുടെ തന്നെ ഓരോ സീഡുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തൊക്കെ സംഭവമാണ്. ഇവിടെ ഒരു ആനക്കുട്ടനുണ്ട്. ആന കണ്ടോ? ഭയങ്കര സന്തോഷം തരുന്ന ഒരു സാധനം കാണിച്ചു തരാം. ചക്കുവിന് തീരെ മുടിയില്ല. ചക്കു ഇതൊന്നും ഇപ്പൊ വെക്കുമില്ല. വെക്കുന്ന ഒരു കാലമാകുമ്പോൾ ഞാനിതൊരു 100 എണ്ണം മേടിക്കും ഉറപ്പായിട്ടും. അണ്ണ ഇത് ಎಷ್ಟು 400 രൂപ. പൊന്നോ. സ്കേർട്ട് എല്ലാം ಎಷ್ಟು?
ಇದೆಷ್ಟು? 200? 850. എൻ്റെ പൊന്നോ, 850 രൂപയുടെ സ്കേർട്ട് നോക്കി. കോട്ടൺ സാരികളുടെ റേറ്റ് ഉണ്ടോ? കോട്ടൺ സാരികളൊക്കെ 500 രൂപ. ആക്ച്വലി കോട്ടൺ സാരികളൊക്കെ എനിക്ക് ഇഷ്ടമായി. നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കോഴിക്കോട് അലുവയൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? ആ ചേട്ടൻ മലയാളം പറയുന്നുണ്ട്. പുള്ളി എന്നെ കളിയാക്കി, നിങ്ങളിത് കഴിച്ച് കഴിച്ച് മടുത്തോന്നും ചോദിച്ചോ. ഒടുക്കത്തെ മണം പണ്ടാരം. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ്. അങ്ങനെ കൊള്ളാം, ഇത് കൊള്ളാം, കൊള്ളാം. അക്ഷരം മനസ്സിലാവാനുള്ള, പക്ഷെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ಚಟುವಟಿಕೆಗಳಲ್ಲಿ ನಾವು ಭಾಗವಹಿಸಿದ್ದೇವೆ. ಅನೇಕ ಗ್ರಾಮೀಣ ಕ್ರೀಡೆಗಳಲ್ಲಿ ನಾವು ಭಾಗವಹಿಸಿದ್ದೇವೆ. കുറച്ചും കൂടെ എന്താ പറയാ, തിരക്ക് കുറവുണ്ട്. എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് അറിയില്ല. ഗ്രീൻ ഗിഫ്റ്റിംഗ്, ഓക്കെ, ചെടികളാണ്. പിന്നെ കലണ്ടറോ, ഗീത, ഭഗവത്ഗീത, പിന്നെ കമ്മലുകള്, ഡ്രസ്സുകള്, കാർപ്പറ്റുകള്. ഇവിടെ എന്തൊക്കെ ഇട്ടുണ്ട് വരുമ്പോ ചവിട്ടിയാൻ ചെയ്തു ഞാൻ അറിയാതെ. ഫോട്ടോ മാഗ്നറ്റ് ഒക്കെ അവര് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓ, കാൻഡിൽസ്, മറ്റേ സ്മെല്ലുള്ള കാൻഡിൽസ്, ചവിട്ടികള്, ബാഗുകള്, അത്തറ് കിത്തറ് പോലത്തെ സാധനങ്ങള്, ധൂപങ്ങള്, സ്നാക്സ് പോലത്തെ സാധനങ്ങള്. പുകയൊന്നും എനിക്ക് പറ്റാത്തതിനുള്ള നേരത്തെ തന്നെ ഞാൻ ഇവിടുന്ന് സ്കൂട്ടാവുക. വെറുതെ അല്ല, ഇവിടെ ഒന്നും അധികം തിരക്കില്ലാത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അധികം മേടിക്കാൻ താല്പര്യപ്പെടാത്ത സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. കൊള്ളാം. ഏലക്കായൊക്കെ നമ്മള് അക്കുചേട്ടനെ കൊണ്ട് അബുദാബിന്ന് കൊണ്ടിരിക്കാറുണ്ട്. പാല്, തൈര്. മില്ലറ്റ് പിള്ളേർക്ക് കൊടുക്കാനുള്ള ഒക്കെ എനിക്ക് മതിയായി തുടങ്ങി. ആക്ച്വലി കഴിഞ്ഞു, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. പ്ലസ് എനിക്ക് മതിയായി തുടങ്ങി. പോവാം, ഇത് മേടിച്ചിട്ട് പോവാം. സമ്പ്രദായമൊക്കെ നമ്മുടെ വീടിനകത്തോടത്തുള്ളതാ. ഒരു അരമണിക്കൂറോളം നടന്നിട്ട് ഈ ഒരു സാധനം ചക്കൂന് മേടിച്ചോണ്ട് ഞങ്ങൾ റിട്ടേൺ പോവാണ്. പിന്നെ ഇത് എന്തായില്ല, നമ്മുടെ ഈ മണപ്പുറത്തൊക്കെ ആൾക്കാരെ കൊണ്ടുപോകൂലേ ഈ ഫ്ലൈറ്റ് പോലത്തെ സാധനത്തില്. അതാണ് എൻ്റെ ഫോണിൻ്റെ സൂമിന് അത്രയും മനസ്സിലാവുള്ളൂ. ആൾക്കാരെ കൊണ്ടുപോകുന്ന ആ സാധനമാണിത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. എൻ്റെ ഓക്കെ ബൈ. ചിലപ്പോൾ ഞങ്ങൾ ശിവയ്ക്ക് ഒരു ബലൂണും കൂടെ വാങ്ങിക്കും. അതും കൂടെ കഴിഞ്ഞാൽ ಹೋಗಿದೆ. ഓക്കെ പീപ്സ് ബൈ.